ഓക്കെ, ജോഗ്രഫി ക്ലാസ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട സെക്കൻഡ് ചാപ്റ്ററിലെ മറ്റൊരു ടോപ്പിക്കിലോട്ട് പോവുകയാണ്. പ്രഷർ ബെൽസ് ആൻഡ് വിൻസ്, ഗ്ലോബൽ പ്രഷർ ബെൽസ് ആൻഡ് വിൻസ് എന്നുള്ളതാണ്. അപ്പോൾ ആഗോള മർദ്ദമേഖലകൾ എന്താണെന്നുള്ള കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയതാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ മർദ്ദമേഖലകളും അതുപോലെ തന്നെ കാറ്റും. പ്രഷർ ബെൽസ് ആൻഡ് വിൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എങ്ങനെയാണ് പ്രഷർ ബെൽറ്റിന്റെ ഗ്ലോബൽ പ്രഷർ ബെൽസ് ആൻഡ് വിൻസ് വാക്കിൽ തന്നെ ഉണ്ടല്ലോ, പ്രഷർ ബെൽറ്റും വിൻഡും. അപ്പോൾ നോർമലി പ്രഷർ ബെൽറ്റ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. അപ്പോൾ ഗ്ലോബൽ പ്രഷർ ബെൽസ് ആൻഡ് വിൻസ് ഓർത്തു വയ്ക്കേണ്ട കാര്യം, ഓരോ മർദ്ദമേഖലകളും നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. സെന്ററിലുള്ള 0 ഡിഗ്രിയിൽ നിന്ന് 5 to 10 ഡിഗ്രി എക്സ്റ്റൻഷൻ വരുന്ന മർദ്ദമേഖല ഏതാ? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. മധ്യരേഖ ന്യൂനമർദ്ദമേഖല, മധ്യരേഖ ന്യൂനമർദ്ദമേഖല. അടുത്ത 30 ഡിഗ്രി അറിയാലോ, ഏതാ? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, ഉപോഷ്ണ ഉച്ചമർദ്ദമേഖല. രണ്ടെണ്ണം ഏതൊക്കെ? 30 ഡിഗ്രി സൗത്തിലുണ്ട്, അതുപോലെ തന്നെ 30 ഡിഗ്രി നോർത്തിലുണ്ട്. ഏതാ? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, ഉപോഷ്ണ ഉച്ചമർദ്ദമേഖല. ഓക്കെ അല്ലേ? അടുത്തത് 60 ഡിഗ്രിയിൽ നമ്മൾ ഒരു മർദ്ദമേഖല പഠിച്ചു. ഏതാ? സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റ്, ഉപധ്രുവീയ ന്യൂനമർദ്ദമേഖല. അപ്പൊ രണ്ടെണ്ണമല്ല, എവിടെയുണ്ട്? 60 ഡിഗ്രി നോർത്തിലുണ്ട്, 60 ഡിഗ്രി സൗത്തിലുണ്ട്. സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റ്, ഉപധ്രുവീയ ന്യൂനമർദ്ദം. ഇതിനകത്ത് 90 ഡിഗ്രിയിൽ കാണുന്നത് ഏതാ? പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്, ധ്രുവീയ ഉച്ചമർദ്ദമേഖല. അപ്പോൾ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് 90 ഡിഗ്രി സൗത്തിലും അതുപോലെ തന്നെ 90 ഡിഗ്രി നോർത്ത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മർദ്ദമേഖലകൾക്കിടയിൽ winds are generated within the pressure belt. ഈ മർദ്ദമേഖലകൾക്കിടയിൽ ഉണ്ടാകുന്ന കാറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ്, എന്ത് പേര് പറഞ്ഞ് വിളിക്കും? ആഗോളവാദങ്ങൾ അഥവാ പ്ലാനറ്ററി വിൻസ് എന്ന് വിളിക്കും. എന്ത് പേര് പറഞ്ഞ് വിളിക്കും? ആഗോളവാദങ്ങൾ അഥവാ പ്ലാനറ്ററി വിൻസ്. പ്ലാനറ്ററി വിൻസിനെ പ്രധാനമായും മൂന്നായി തിരിക്കാം. ഏതൊക്കെയാണ് പ്ലാനറ്ററി വിൻസ്? നമുക്ക് നോക്കാം. ഇതിനകത്ത് നമ്മൾ പ്രധാനമായും പഠിക്കാൻ പോകുന്നത് 3 കാര്യങ്ങളെ കുറിച്ചാണ്. ഗ്ലോബൽ വിൻസ് എന്ന് പറയുമ്പോൾ ഗ്ലോബൽ വിൻസ് അഥവാ ഗ്ലോബൽ വിൻസ് അഥവാ പ്ലാനറ്ററി വിൻസ്, ആഗോളവാദങ്ങൾ പ്രധാനമായും 3 ഒന്ന് ട്രൈഡ് വിൻഡ്, 2 വെസ്റ്റർലീസ്, 3 പോളാർ ഈസ്റ്റർലീസ്. ഓക്കെ ആണോ? ട്രൈഡ് വിൻസ്, പിന്നെ അടുത്ത ഏതാ? വെസ്റ്റർലീസ്, നെക്സ്റ്റ് പോളാർ ഈസ്റ്റർലീസ്. ഇങ്ങനെ കാറ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ട്രൈഡ് വിൻസ് എന്താ? വാണിജ്യ വാഹനങ്ങൾ, വെസ്റ്റർലീസ്
പശ്ചിമവാദങ്ങൾ. പോളാർ ഈസ്റ്റേർലീസ് ധ്രുവീയ പൂർവവാദങ്ങൾ. അപ്പോൾ ട്രേഡ് വിൻസ് വാണിജ്യവാദങ്ങൾ, വെസ്റ്റേർലീസ് പശ്ചിമവാദങ്ങൾ, പോളാർ ഈസ്റ്റേർലീസ് ധ്രുവീയ പൂർവവാദം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം പഠിക്കാൻ പോകുന്ന ഏതാ? വെസ്റ്റേർലീസ് അല്ല, ട്രേഡ് വിൻസ്. ഏതാ ആദ്യം പഠിക്കാൻ പോകുന്നത്? ട്രേഡ് വിൻസ്. അപ്പോൾ ട്രേഡ് വിൻസ് മലയാളം വാണിജ്യവാദങ്ങൾ. നോക്കാം. ട്രേഡ് വിൻസ് നമ്മൾ നോർമലി പഠിച്ചിട്ടുണ്ട്. വിൻ എന്ന് പറയുന്നത് എന്താ? വിൻ എന്ന് പറയുന്നത് ഒരു ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് ലോ പ്രഷർ റീജിയനിലേക്കുള്ള എയറിന്റെ മൂവ്മെന്റ് ആണ്. മൂവ്മെന്റ് ഓഫ് എയർ ഫ്രോം എ ഹൈ പ്രഷർ റീജിയൻ ടു എ ലോ പ്രഷർ റീജിയൻ. അങ്ങനെയാണെങ്കിൽ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ടാണ് വിൻഡ് വരുന്നത്. ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്ക് കാറ്റ് വരുന്നു. ഓക്കെ ആണോ? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് എന്ത് ചെയ്യുന്നു? കാറ്റ് വീശുന്നുണ്ട്. ഓക്കെ ആണോ? കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇവിടെ നോക്കിയേ, ഇങ്ങോട്ട് മാറ്റി എഴുതാം. ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഒരു കാര്യം നമ്മൾ എഴുതാനുള്ളതാണ്. അപ്പോൾ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? കാറ്റ് എങ്ങോട്ട് വരുന്നു? ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലോട്ട് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് കാറ്റ് വരുന്നു. ഓക്കെ ആണല്ലോ? അപ്പോൾ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല രണ്ടെണ്ണമാണ്. അപ്പോൾ എങ്ങനെ? നോർത്തിൽ നിന്നും കാറ്റ് വരും, വടക്ക് ഭാഗത്തു നിന്നും വരും, അതുപോലെ തന്നെ ഇവിടെ നിന്നും വരും, തെക്ക് ഭാഗത്തു നിന്നും, നോർത്തിൽ നിന്നും സൗത്തിൽ നിന്നും. അപ്പൊ രണ്ട് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വരുന്ന കാറ്റാണ് ഇത് ട്രേഡ് വിൻസ്. അപ്പൊ ട്രേഡ് വിൻഡ് എങ്ങനെ നമുക്ക് എഴുതാം? ട്രേഡ് വിൻസ് ആർ മൂവ് ഫ്രം സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ടു ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഓക്കെ ആണോ? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക്, ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്ക്, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റാണ് ഏത് കാറ്റ്? ട്രേഡ് വിൻസ് അഥവാ വാണിജ്യവാദങ്ങൾ. ക്ലിയർ ആണോ? ദെൻ ഇതിന്റെ പ്രത്യേകത വെറുതെ നോക്കി ഇവിടെ ഒന്ന് കൃത്യമായിട്ട് ഒന്നുകൂടെ പറയാം. രണ്ടാമത് പഠിക്കാനുള്ളത് വാണിജ്യവാദങ്ങൾ രണ്ട് ഹെമിസ്ഫിയറാണല്ലോ, നോർത്തും സൗത്തും. വാണിജ്യവാദങ്ങൾ നോർത്ത് ഹെമിസ്ഫിയറിൽ ഇങ്ങനെ, അതായത് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലായിട്ട് വീശുക. ഡയറക്ഷൻ നമുക്ക് ഓൾറെഡി നമുക്കറിയാം. ഏതൊക്കെയാണ്? നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ് അല്ലേ? നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അപ്പൊ നോക്കിക്കോളൂ, ട്രേഡ് വിൻസ് ഫസ്റ്റ് പോയിന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. രണ്ടാമത്തത് ട്രേഡ് വിൻസ് എന്ത് ചെയ്യുന്നു? നോർത്ത് ഹെമിസ്ഫിയറിൽ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ, സദേൺ ഹെമിസ്ഫിയറിൽ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. അപ്പൊ നോർത്ത് ഹെമിസ്ഫിയറിൽ ട്രേഡ് വിൻസ് എങ്ങനെ വീശും? നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ, വടക്ക് കിഴക്ക് ദിശയിലും. സദേൺ ഹെമിസ്ഫിയറിൽ എങ്ങനെ? സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ വീശും. അതുകൊണ്ട് തന്നെ നോർത്ത് ഹെമിസ്ഫിയറിൽ ട്രേഡ് വിൻഡിനെ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ്, നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ്. സദേൺ ഹെമിസ്ഫിയറിൽ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് എന്ന് വിളിക്കും. പേരാണ്. അപ്പോ രണ്ടാമത് ഉത്തരാർദ്ധഗോളത്തിൽ വാണിജ്യവാദങ്ങൾ വടക്ക് കിഴക്കൻ ദിശയിൽ, ദക്ഷിണാർദ്ധഗോളത്തിൽ തെക്ക് കിഴക്കൻ ദിശയിൽ വീശും. അതുകൊണ്ട് തന്നെ ഉത്തരാർദ്ധഗോളത്തിൽ വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളും ദക്ഷിണാർദ്ധഗോളത്തിൽ തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളും എന്ത് ചെയ്യും? കാറ്റിന് പേര് പറയും. ഓക്കെ ആണോ? ഞാൻ അപ്പോൾ നോക്കിക്കോളൂ, ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ട്രേഡ് വിൻസ് ഫ്രം ബോത്ത് ഹെമിസ്ഫിയർ. രണ്ട് ഹെമിസ്ഫിയറിലെ ഇത് നോർത്താണോ? നോർത്ത് ഹെമിസ്ഫിയറിലെ ട്രേഡ് വിൻഡും സദേൺ ഹെമിസ്ഫിയറിലെ ട്രേഡ് വിൻഡും ഇക്വേറ്റർ റീജിയനിൽ വന്ന് എന്ത് ചെയ്യുന്നു? കൂട്ടിമുട്ടുന്നുണ്ട്. ഓക്കെ ആണോ? ഈ മേഖലയിൽ എന്ത് ചെയ്യുന്നു? ട്രേഡ് വിൻസ് തമ്മിൽ കൂട്ടിമുട്ടുന്നു. ട്രേഡ് വിൻസ് ഫ്രം ബോത്ത് ഹെമിസ്ഫിയർ try to converge in
ഇക്വിറ്റോറിയൽ ബെൽറ്റ്. ഇക്വിറ്റോറിയൽ ബെൽറ്റിൽ വെച്ച് എന്ത് ചെയ്യുന്നു? ഇത് കൺവേർജ് ചെയ്യുന്നു. അതായത് എന്താ ചെയ്യുന്നത്? മൂന്നാമത്തെ പോയിന്റാണ് ട്രേഡ് വിൻഡ്സ് ഫ്രം ബോത്ത് ഹെമിസ്ഫിയർ. എന്ത് ചെയ്യുന്നു? ട്രേഡ് വിൻഡ്സ് ഫ്രം ബോത്ത് ഹെമിസ്ഫിയർ. ഏത് ഹെമിസ്ഫിയറിലെ? ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും. പക്ഷെ വരുന്നത് എവിടെന്നാ? ട്രോപ്പിക്കൽ റീജിയൻ എന്നല്ലേ. അപ്പൊ ട്രേഡ് വിൻഡ്സ് ഫ്രം ബോത്ത് ട്രോപ്പിക്കൽ റീജിയൻ. ട്രോപ്പിക്കൽ മീൻസ് ഇന്റർ ട്രോപ്പിക്കൽ. ഇന്റർ ട്രോപ്പിക്കൽ രണ്ട് ട്രോപ്പിക്കൽ റീജിയനിലെ കാറ്റ് ചെയ്യുന്നു, കൺവേർജ് ചെയ്യുന്നു. എവിടെ? ഏത് സോണില്? ഇക്വിറ്റോറിയൽ റീജിയനിൽ. അപ്പോൾ ഇവിടെ ഇക്വിറ്റോറിയൽ റീജിയൻ ഈസ് അതർവൈസ് നോൺ ആസ് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജന്റ് സോൺ, ITCZ. അപ്പോൾ ഇക്വിറ്റോറിയൽ റീജിയനെ എന്ത് ചെയ്യുന്നു? ITCZ എന്ന് വിളിക്കുന്നു. എന്താ റീസൺ? ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജന്റ് സോൺ വിളിക്കാൻ കാരണം എന്താ? രണ്ട് അർദ്ധഗോളത്തിലെയും വാണിജ്യവാദങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ മേഖലയിൽ കൂട്ടിമുട്ടുന്നു. അപ്പോൾ ഇക്വേറ്റർ റീജിയനിൽ ട്രേഡ് വിൻഡ്സ് കൂട്ടിമുട്ടുന്നത് കൊണ്ട് ആ മേഖല വിളിക്കുന്ന പേര് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജന്റ് സോൺ, ITCZ. ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമുണ്ട്, ഒരുപാട് പഠിച്ചു വെച്ചു. ട്രേഡ് വിൻഡ്സ് എന്ത് ചെയ്യുന്നു? പേര് വരാൻ കാരണം എന്താ? ഏതിന് ഉപയോഗിച്ചിരുന്നു? ട്രേഡിംഗ് പർപ്പസിന് ഉപയോഗിച്ചിരുന്നു. അതായത് വാണിജ്യ ആവശ്യങ്ങൾക്ക് ഈ കാറ്റ് ഉപയോഗിച്ചിരുന്നു. റീസൺ മറ്റൊന്നുമില്ല, they are same direction and same velocity throughout the year. വർഷം മുഴുവനും ഒരേ ദിശയും ഒരേ വേഗതയിലുള്ള കാറ്റുകളായതുകൊണ്ട് ഇവ എന്ത് പേര് പറഞ്ഞു വിളിക്കുന്നു? വാണിജ്യവാദങ്ങൾ. ഒരിക്കലും പറയാം വാണിജ്യവാദങ്ങൾ എങ്ങനെയാണ്? ഇവിടെ നോക്കിക്കോളൂ. സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്ക് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ഉത്തരാർദ്ധഗോളത്തിൽ നോർത്ത് ഹെമിസ്ഫിയറിൽ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്, സദേൺ ഹെമിസ്ഫിയറിൽ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം. രണ്ട് ട്രോപ്പിക്കൽ റീജിയനിലെ ഇന്റർ ട്രോപ്പിക്കൽ റീജിയനിലെ എന്ത് ചെയ്യുന്നു? ട്രേഡ് വിൻഡ് എവിടെ കൺവേർജ് ചെയ്യുന്നു? ഇക്വിറ്റോറിയൽ റീജിയൻ കൺവേർജ് ചെയ്യുന്നു. ഇക്വേറ്റർ റീജിയൻ കൺവേർജ് ചെയ്യുന്നു. സോ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇക്വിറ്റോറിയൽ റീജിയനോട് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജന്റ് സോൺ എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ്? ട്രേഡ് വിൻഡ് കൺവേർജ് ചെയ്യുന്നു. ട്രേഡിംഗ് പർപ്പസിന് ഉപയോഗിച്ചതുകൊണ്ട് ഈ കാറ്റിന് ട്രേഡ് വിൻഡ് പേര് വന്നു. ട്രേഡിംഗ് പർപ്പസിന് ഉപയോഗിക്കാൻ കാരണം എന്താ? പ്ലാനറ്ററി വിൻഡ്സ് എല്ലാം തന്നെ ഒരേ ദിശയും ഒരേ വേഗതയുമാണ്. അതുപോലെ തന്നെ ട്രേഡ് വിൻഡ്സ് ആർ മൂവ് സെയിം വെലോസിറ്റി ആൻഡ് സെയിം ഡയറക്ഷൻ. വർഷം മുഴുവൻ ഒരേ ദിശയിലും ഒരേ വേഗതയിലും കാറ്റുകൾ വീശുന്നു. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ എന്ത് കഴിഞ്ഞു? ട്രേഡ് വിൻഡ് കഴിഞ്ഞു. ശരി, രണ്ടാമത് സെക്കൻഡ് വെസ്റ്റർലീസ്. രണ്ടാമത്തേതാ? വെസ്റ്റർലീസ്. എങ്ങനെ വെസ്റ്റർലി വിൻഡിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഇവിടെ നോക്കിക്കോളൂ. ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ടാണ്. ഒരു ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ട് വിൻഡ് വന്നു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ അടുത്ത ലോ പ്രഷറല്ല, സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് മൂവ് ചെയ്യുന്ന വിൻഡാണ് ഏത്? വെസ്റ്റർലീസ്. ഓക്കെ ആണോ? സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് മൂവ് ചെയ്യുന്ന വിൻഡാണ് വെസ്റ്റർലീസ്. വെസ്റ്റർലീസിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം. എന്താണ്? എന്തൊക്കെയാണ് വെസ്റ്റർലീസിന്റെ പ്രത്യേകത എന്ന് നോക്കിയേ. വെസ്റ്റർലീസിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? വെസ്റ്റർലീസിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ വെസ്റ്റർലീസ് എന്ത് ചെയ്യുന്നു? സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു? സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ മൂവ് ഫ്രം സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ടു സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റ്. അതായത് ഉഷ്ണോച്ഛ്വാസ മേഖലയിൽ ഭൂമധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വിൻഡ് സെക്കൻഡ് പോയിന്റ് will always move through the west. വെസ്റ്റിലൂടെ മൂവ് ചെയ്യുന്നത് എന്ത് പേര് വന്നു? വെസ്റ്റർലീസ്. അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്തൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ഏത് പേര് വന്നത്? പശ്ചിമവാദങ്ങൾ എന്ന പേര് വന്നത്. പശ്ചിമവാദങ്ങൾ പടിഞ്ഞാറ് ഭാഗത്തുള്ള പശ്ചിമ പടിഞ്ഞാറ്. അപ്പം will always move through the west. എപ്പോഴും പടിഞ്ഞാറ് ഭാഗത്തൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട് കാറ്റിന് എന്ത് പേര് വന്നു? പശ്ചിമവാദങ്ങൾ എന്ന പേര് വന്നു.
ഇതിന്റെ പ്രത്യേകത പശ്ചിമവാദങ്ങളുടെ ഒരു പ്രത്യേകതയുണ്ട്. നോക്കിക്കോളൂ, നോർത്തേൺ ഹെമിസ്ഫിയറിൽ വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്ത് ചെയ്യുന്നു? വളരെ വേഗം മൂവ് ചെയ്ത് വരും. നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്ത് ചെയ്യുന്നു? വളരെ വേഗം മൂവ് ചെയ്ത് വരുന്നു എന്ന് പഠിച്ചിട്ടുണ്ടോ? സദേൺ ഹെമിസ്ഫിയറിൽ വേഗം കുറഞ്ഞ് മൂവ് ചെയ്ത് വരുന്നു, അങ്ങനെ പഠിച്ചിട്ടുണ്ടോ? ഇവിടെ നോക്കിക്കോളൂ, ചെറിയൊരു പ്രത്യേകതയുണ്ട്. ഈ നോർത്തിലും സൗത്തിലും വെസ്റ്റേൺ ഹെമിസ്ഫിയറിൽ ചെറിയൊരു പ്രത്യേകതയുണ്ട്. നോർത്തില് വെലോസിറ്റി കുറവാണ്, ഇവിടെ വരുമ്പോൾ വെലോസിറ്റി കൂടുതലാണ്. കാര്യം എന്താ? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് എന്ത് ചെയ്യുന്നത്? കൂടുതൽ കോണ്ടിനെന്റും അതുപോലെ തന്നെ റഗഡ് ടോപ്പോഗ്രഫി എല്ലാം കാണുന്നത് എവിടെയാണ്? നോർത്തിലാണ്. സദേൺ ഹെമിസ്ഫിയറിൽ എന്താ കൂടുതൽ? ഓഷ്യനാണ് കൂടുതൽ. അതുകൊണ്ട് എന്ത് ചെയ്യും? വളരെ വേഗത്തിൽ ഇവിടെ എന്ത് ചെയ്യും? ഫ്രിക്ഷൻ ഒക്കെ ഇങ്ങനെയാണെങ്കിൽ വരുമ്പോൾ എന്ത് ചെയ്യും? സ്ലോയിൽ, വളരെ സ്ലോ ആയിട്ട് വേഗത വളരെ കാറ്റ് വരുള്ളൂ. പക്ഷെ ഇവിടെ എന്ത് ചെയ്യും? വളരെ വേഗത്തിൽ എന്ത് ചെയ്യും? വെസ്റ്റേൺ വിൻഡ് മൂവ് ചെയ്തു പോകും. അപ്പൊ ഇവിടെ വെസ്റ്റേൺ വിൻഡിന്റെ മറ്റു പേരുകളുണ്ട് ഓരോ ഭാഗത്തും വരുമ്പോൾ, സദേൺ ഹെമിസ്ഫിയറിന്റെ ഓരോ ഭാഗത്തും. അപ്പോൾ സദേൺ ഹെമിസ്ഫിയറിൽ 40 ഡിഗ്രിയിൽ വരുമ്പോൾ റോറിംഗ് 40s എന്ന് പറയും. റോറിംഗ് 40s. 50 ഡിഗ്രിയിൽ വരുമ്പോൾ 50 ഡിഗ്രിയിൽ വരുമ്പോൾ ഫ്യൂരിയസ് 50s എന്ന് പറയും. 60 ഡിഗ്രിയിൽ വരുമ്പോൾ ഷ്രീക്കിംഗ് 60s എന്ന് പറയും. അപ്പോൾ വെസ്റ്റേൺ ഇങ്ങനെ 2 പേരുകളുണ്ട്. റോറിംഗ് 40s, ഫ്യൂരിയസ് 50s, ഷ്രീക്കിംഗ് 60s ഇങ്ങനെ പറയാറുണ്ട്. അതിന് കാരണം എന്താ? ഒരിക്കൽ കൂടെ പറയാം. വെസ്റ്റേൺ ലിമിറ്റ്സ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക്. അതിനടുത്ത് വെസ്റ്റിലൂടെ മൂവ് ചെയ്യുന്നതുകൊണ്ട് ഇതിന് 2 പേര് വന്നു, വെസ്റ്റേൺ ലിമിറ്റ്സ്. അടുത്ത പ്രത്യേകത എന്താ? ഈ വെസ്റ്റേൺ ലിമിറ്റ്സിന് മറ്റു പേരുകളുണ്ട്. കാര്യം എന്താ? നോർത്തേൺ ഹെമിസ്ഫിയറിൽ വെലോസിറ്റി കുറവാണ്, സദേൺ ഹെമിസ്ഫിയറിൽ വരുമ്പോൾ വെലോസിറ്റി കൂടുതലാണ്. വെലോസിറ്റി കൂടുന്നത് 40 ഡിഗ്രിയിൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? വെസ്റ്റേൺ ലിമിറ്റ്സിന് പേര് മാറുന്നു, റോറിംഗ് 40s. 50 ഡിഗ്രിയിൽ വരുമ്പോൾ ഫ്യൂരിയസ് 50s. 60 ഡിഗ്രിയിൽ വരുമ്പോൾ ഷ്രീക്കിംഗ് 60s. കാര്യം എന്താ? നോർത്തേൺ ഹെമിസ്ഫിയറിൽ കോണ്ടിനെന്റൊക്കെ കൂടുതലുള്ളതുകൊണ്ട് എന്ത് ചെയ്യുന്നു? എന്ത് സംഭവിക്കുന്നു? ഫ്രിക്ഷൻ ഒക്കെ വിധേയമായി വെലോസിറ്റി കുറയുന്നു. ഇവിടെ വരുമ്പോൾ ഓഷ്യൻ പാർട്ട് കൂടുതലാണ് സദേൺ ഹെമിസ്ഫിയറിൽ. സോ എന്ത് ചെയ്യും? winds are move with high velocity. അപ്പോൾ എന്ത് ചെയ്യുന്നു? കാറ്റുകൾ വളരെ വേഗത്തിൽ എന്ത് ചെയ്യുന്നു? സഞ്ചരിക്കുന്നു. വെസ്റ്റേൺ ലിമിറ്റ്സിന്റെ മറ്റു പേര് ഏതൊക്കെയാണ്? റോറിംഗ് 40s, ഫ്യൂരിയസ് 50s, ഷ്രീക്കിംഗ് 60s. അപ്പോൾ വെസ്റ്റേൺ ലിമിറ്റ്സ് ആണ്. അടുത്ത എളുപ്പമാണോ? മൂന്നാമത്തെ പ്ലാനറ്ററി വിൻഡ്സില് അല്ലെങ്കിൽ പെർമനന്റ് വിൻഡ്സില് മൂന്നാമത്തെ ഏതാ? പോളാർ ഈസ്റ്റർലീസ്, പൂർവ്വഭാഗങ്ങൾ, ധ്രുവീയ പൂർവ്വഭാഗങ്ങൾ. എവിടെയാണ്? പോളാർ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന്, പോളാർ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക്. പോളാർ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന്, ഓർത്ത് വെച്ചോളൂ, പോളാർ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിൽ. പ്രത്യേകത എന്താ? It always move to the east. എപ്പോഴും ഈസ്റ്റിലൂടെ മൂവ് ചെയ്യുന്നു. സോ winds are known as easterlies. അതുകൊണ്ട് കാറ്റ് പറയുന്ന പേര് ഈസ്റ്റർലീസ്. എപ്പോഴും എന്ത് ചെയ്യുന്നു? ഈസ്റ്റിലൂടെ മൂവ് ചെയ്യുന്നതുകൊണ്ട് കാറ്റ് പറയുന്ന പേര് ഈസ്റ്റർലീസ്. അപ്പൊ എന്തായി? ആ ഒരു ഭാഗം, അതായത് ട്രൈഡന്റായി, അതുപോലെ തന്നെ ഏതായി? വെസ്റ്റർലീസ് ആയി, അതുപോലെ ഏതുമായി? ഈസ്റ്റർലീസ്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇപ്പോ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ശരി, ഓക്കെ. നമുക്ക് ഇതിൽ നിന്ന് തന്നെ അടുത്ത ടോപ്പിക്കിലോട്ട് നമുക്ക് കടന്നു പോകാം. വളരെ പ്രധാനപ്പെട്ട 1-2 ടോപ്പിക്കുകളിലൂടെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് നോക്കാം. അടുത്ത പഠിക്കാൻ പോകുന്നത് പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് മൺസൂൺ. മൺസൂൺ വിൻഡ്സ്. ഈ മൺസൂൺ വിൻഡ്സ് പഠിക്കുമ്പോൾ ഒട്ടനേക കാര്യങ്ങൾ ഒന്നും, എന്നാൽ പ്രധാനപ്പെട്ട
മൺസൂൺ വിൻസ് ഭാഗം നമുക്ക് ഈ ചാപ്റ്റർ വൈകിട്ടില്ല. നോക്കിക്കോളൂ, മൺസൂൺ വിൻഡ് എങ്ങനെ പഠിക്കാൻ പറ്റും? മൺസൂൺ കാറ്റുകൾ രണ്ടാണ്. സൗത്ത് വെസ്റ്റ് മൺസൂൺ, നോർത്ത് ഈസ്റ്റ് മൺസൂൺ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളും അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളും നമുക്ക് നോക്കാം. രണ്ട് മൺസൂൺ. ആദ്യം ഏത് മൺസൂൺ നോക്കാം? നമുക്ക് സൗത്ത് വെസ്റ്റ് മൺസൂൺ നോക്കാം. ആദ്യം സൗത്ത് വെസ്റ്റ് മൺസൂൺ നോക്കിക്കോളൂ. നമ്മുടെ നേരത്തെ കാണാമല്ലോ സദേൺ ഹെമിസ്ഫിയറും നോർത്തേൺ ഹെമിസ്ഫിയറും. സദേൺ ഹെമിസ്ഫിയറില് നോർത്തേൺ ഹെമിസ്ഫിയർ ഒക്കെയാണ്. നമുക്ക് സൗത്ത് വെസ്റ്റ് മൺസൂണും നോർത്ത് ഈസ്റ്റ് മൺസൂണും തൽക്കാലത്തേക്ക് പഠിക്കും. ശരി. നോക്കാം. കുറച്ച് ഈസ്റ്റിലോട്ട് മാറിയാണല്ലോ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് പഠിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യയുടെ നോർത്ത്, ഇത് സൗത്ത്, ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ്. നമുക്ക് അറിയാം പടിഞ്ഞാറ് ഭാഗത്ത് ഏത് ഘടകമുണ്ട്? പടിഞ്ഞാറ് ഭാഗത്ത് അറേബ്യൻ സീ, ഇവിടെ ബേ ഓഫ് ബംഗാൾ, then here Indian Ocean. നോക്കോളൂ, when during summer season ആകുമ്പോൾ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് ആയിട്ട് എവിടെ വീഴുന്നു? ഇന്ത്യയിലേക്ക് പതിക്കും. എസ്പെഷ്യലി ഇന്ത്യയുടെ നോർത്തേൺ ഹെമിസ്ഫിയർ പതിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഭാഗത്ത് ടെമ്പറേച്ചർ കൂടുതലാണല്ലോ. ടെമ്പറേച്ചർ കൂടുമ്പോൾ പ്രഷർ എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ കൂടുതലാണ്, സോ പ്രഷർ കുറഞ്ഞു, ലോ പ്രഷർ ക്രിയേറ്റ്. ഇവിടെ വരുന്ന ഇന്ത്യൻ ഓഷ്യനിൽ ഇപ്പോഴും ടെമ്പറേച്ചർ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ കുറവാണ്, സോ പ്രഷർ എന്ത് ചെയ്യും? കൂടും. എന്ത് ക്രിയേറ്റ് ചെയ്യും? ഹൈ പ്രഷർ ക്രിയേറ്റ് ചെയ്യും. കാറ്റ് എപ്പോഴും മൂവ് ചെയ്യുന്ന എവിടെ നിന്നോട്ടാ? ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ടാണ് കാറ്റ് മൂവ് ചെയ്യുന്നത്. ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷർ കണ്ടോ? ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷർ. അപ്പോൾ ഇവിടെ കാറ്റ് മൂവ് ചെയ്യുന്നതാണോ? ഇന്ത്യയുടെ സൗത്തിൽ നിന്ന് ലോ പ്രഷർ വെസ്റ്റ്, ഓൾമോസ്റ്റ് വെസ്റ്റിലാണല്ലോ. ഇങ്ങനെ മൂവ് ചെയ്യും. ഈ കാറ്റിന് പറയുന്ന പേരാണ് ഇത് സൗത്ത് വെസ്റ്റ് മൺസൂൺ. ഇതിന് പറയുന്ന പേരാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താ കാര്യം? ഇന്ത്യൻ ഓഷ്യനിൽ ഹൈ പ്രഷറും നോർത്തേൺ ഇന്ത്യയിൽ ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് കാറ്റ് എന്ത് ചെയ്തു? ഒരു സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ മൂവ് ചെയ്തു. ഇതിന് പറയുന്ന പേര് സൗത്ത് വെസ്റ്റ് മൺസൂൺ. ഓക്കെ ആണല്ലോ. ഏത് ടൈമില്? സമ്മർ സീസണിലാണ് കേട്ടോ. സമ്മർ സീസണിലാണ്. ക്ലിയർ ആണോ? ഓക്കെ. അടുത്തത് സൗത്ത് വെസ്റ്റ് മൺസൂൺ കഴിഞ്ഞു. അടുത്ത നോർത്ത് ഈസ്റ്റ് മൺസൂൺ. അത് വേഗത്തിൽ നമുക്ക് പറയാവുന്നതേ ഉള്ളൂ, വളരെ വേഗം പഠിക്കാവുന്നതേ ഉള്ളൂ. ഏതാ? നോർത്ത് ഈസ്റ്റ് മൺസൂൺ. അപ്പോൾ നോർമലി ടെമ്പറേച്ചർ കണ്ടീഷൻ മാറുന്നത് എന്ത് ചെയ്യും? ഇവിടെ ലോ പ്രഷർ ആയപ്പോഴാണ് കാറ്റിങ്ങനെ പോയത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഹൈ പ്രഷറായി, ഈ ഭാഗത്ത് ലോ പ്രഷറായി. പിന്നെ എന്ത് ചെയ്യും? ഹൈ പ്രഷറിൽ നിന്ന്
എന്ത് ചെയ്യും? ലോ പ്രഷറിലേക്ക്, അതായത് ഇന്ത്യ എന്ന കോണ്ടിനെന്റൽ പോർഷനിൽ നിന്ന് ഇന്ത്യൻ ഓഷ്യനിലേക്ക് ഇന്ത്യ എന്ത് ചെയ്യും? മൂവ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണ്? ഓൾമോസ്റ്റ് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ്. അതുകൊണ്ട് ഇതിന്റെ പേര് പറയും നോർത്ത് ഈസ്റ്റ് മോൺസൂൺ എന്ന് പറയും. ഓക്കെ ആണല്ലോ. അപ്പൊ ടെമ്പറേച്ചർ വേരിയേഷൻ എവിടെയായിരിക്കുമ്പോ ഈ ഭാഗത്തായിരിക്കുമ്പോ ഇവിടെ ലോ പ്രഷർ ആയിരിക്കും, ഇവിടെ ഹൈ പ്രഷർ. കാറ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് കയറും. അതിന് പറയുന്ന പേര് സൗത്ത് വെസ്റ്റ് മോൺസൂൺ. അവിടെ നിന്ന് താഴേക്കാണെങ്കിൽ അതുണ്ടാവും നോർത്ത് ഈസ്റ്റ് മോൺസൂൺ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക? വളരെ നന്നായിട്ട് എന്ത് ചെയ്യുക? ഒന്ന് വായിച്ചു നോക്കുക, ക്ലാസ് നന്നായിട്ട് കാണുക, ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ